ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്ന് നമ്മൾ മൂന്നാറിലേക്ക് ഒരു യാത്ര വന്നു. അതിൻ്റെ ബാക്കി യാത്രയാണ് കേട്ടോ. ഇവിടെ അഡ്വഞ്ചർ ഒരു പാർക്കിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും മൂന്നാർ വന്നിട്ടുണ്ടെങ്കിൽ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കാണ്. അതിനൊപ്പം തന്നെ ഒരു കേവ് ഉണ്ട്, കേവ് സ്റ്റേ ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് കല്ലാടന്തി കേവും അതുപോലെ തന്നെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കും. അതിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. നല്ല രസമുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നല്ല വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കിവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്ദ്രിയയുടെ തന്നെ ചെറായിൽ ഇവർക്ക് ഒരു ഇതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് മൂന്നാറാണ്. അപ്പോൾ മൂന്നാർ നമ്മൾ നല്ല രസമുള്ള കുറേ ഗുഹകളും അതുപോലെ തന്നെ വലിയ കല്ല്, ആ മരങ്ങൾ, ആ ഒരു ഏരിയയൊക്കെയാണ് ആദ്യം. അത് കടന്ന് വേണം നമുക്ക് ആദ്യം തന്നെ ഇവർ കേവാണ് നമ്മളെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഈ കേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ കേവാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 300 മീറ്റർ ദൂരം വരുന്ന ഒരു കേവ് സ്റ്റേയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേവ് സ്റ്റേ എന്ന് പറയുന്നത്. കേവ് സ്റ്റേയിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഗുഹയിലൊക്കെ താമസിച്ച് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണം. പണ്ടത്തെ ആളുകളുടെ ആ ഒരു വസിച്ചിരുന്ന അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കേവ് സ്റ്റേ എടുക്കാം. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഏകദേശം കേവ് സ്റ്റേക്കൊക്കെ 1500, 2000 ആ ഒരു റേഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതാണ് കേവ് സ്റ്റേയുടെ ഉൾവശം. ഗ്രൂപ്പൊക്കെ ആയിട്ട് 2 ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ താമസിക്കാനായിട്ട് പറ്റും. ഇതിനൊപ്പം തന്നെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ എല്ലാ ഫെസിലിറ്റിയോടും കൂടെ തന്നെയാണ് ബാത്റൂം ഒരുക്കിയിരിക്കുന്നത്. അതും കേവിനുള്ളിൽ തന്നെയാണ് കേട്ടോ. ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിൽ താമസിക്കുന്ന ഫീല് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇവിടെ ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഫാമിലിയായിട്ട് വരാം. യാതൊരു പേടിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പോൾ രാത്രിയൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യും. ഇവിടെ സെക്യൂരിറ്റിക്കാർ എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേ ചെയ്യുന്നതിനും പ്രശ്നമൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ്. ഈ കേവിനുള്ളിൽ നല്ലൊരു ഫീലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ശരിക്കും മരങ്ങളുടെയൊക്കെ വേരുകൾ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതിനുള്ളിൽ തന്നെ ഇലകളും എല്ലാം ഉണ്ട്. അതായത് നാച്ചുറലായിട്ട് ഒന്നും തന്നെ ഇവിടെ വെച്ച് പിടിപ്പിച്ചതല്ല. ഈ കേവ് എന്ന് പറയുന്നത് നാച്ചുറലാണ്. കുറേ വർഷങ്ങൾ കൊണ്ട് ഇവർ ആ ഒരു ഗുഹയുടെ ഉള്ളിലെ മണ്ണുകളെല്ലാം മാറ്റി അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കേവാണ് കേട്ടോ ഇത്. ഏകദേശം 1-2 വർഷമേ ആയിട്ടുള്ളൂ ഇത് ഓപ്പൺ ആയി തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ കേട്ടറിഞ്ഞ് നിരവധി പേര് ഇങ്ങോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ഈ കേവിലൊക്കെ കുറേ ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് അരിച്ചരിച്ച് ഇറങ്ങുന്ന ആ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ വേനൽക്കാലത്ത് പോയതുകൊണ്ടാണ് വെള്ളമൊന്നും അധികം ഇല്ലാത്തത്. എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു നീരുറവ് പോലെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഉള്ളിലൂടെ ആ വള്ളികളും വേരുകളും ഒക്കെ വന്നേക്കുന്നത് കണ്ടോ. ഇതെല്ലാം നല്ല രസമാണ് കാണാനായിട്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, വേരുകൾ ഇങ്ങനെ താഴേക്ക് വന്ന് അതിൽ തന്നെ ഇലകളും എല്ലാം വന്നേക്കുന്നത് കണ്ടോ. ഗുഹയ്ക്കുള്ളിലാണ് ഇതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നത് ഒരു ടീം തിരുവനന്തപുരത്ത് നിന്ന് വന്നൊരു ടീമായിരുന്നു കേട്ടോ. അവർ കുറേ പേരുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല രസമായിരുന്നു ഞങ്ങളുടെ കൂടെ. അവർ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത് തരും, ഞങ്ങൾ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു, വീഡിയോസ് എടുത്ത് കൊടുക്കുന്നു. അവർ കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെ ഈ കേവിലേക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 300 മീറ്റർ അകത്തേക്ക് പോകേണ്ടത് കൊണ്ട് ഒത്തിരി വണ്ണമുള്ളവർക്ക് ഇതിൽ പോകാൻ, നാരോ ആയിട്ടുള്ള കേവ്, ഒത്തിരി കുനിഞ്ഞു പോകണം, സൈഡ് ചേർന്ന് പോകണം. അപ്പോൾ ഒത്തിരി വണ്ണമുള്ളവർ ഇതിനകത്തേക്ക് കയറാതിരിക്കുന്നല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും BP, ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടെന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർ പോകാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെ ചെറിയ അരണ്ട ലൈറ്റേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടോർച്ചോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേട്ടൻ്റെ കയ്യിൽ ടോർച്ചുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെ ടോർച്ചാണെങ്കിലും മതി. അത് അടിച്ച് വേണം മുന്നിലേക്ക് ഇങ്ങനെ പോകാനായിട്ട്. ചക്കരക്കുട്ടി ആ ഫ്രണ്ടിൽ ഇങ്ങനെ കയറി പോകണുണ്ടോ. വിഞ്ചായനും വരുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നു, ജോക്കുട്ടനും വീഡിയോ എടുക്കുന്നുണ്ട്. അതോ വലിയ കല്ലൊക്കെ കണ്ടോ. ഈ വലിയ കല്ല് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടിയോട്ട് ഇതങ്ങ് ഉരുണ്ട് വീഴുമോ എന്നുള്ളൊരു പേടിയൊക്കെ നമുക്ക് മനസ്സിലേക്ക് വരും. ആ ഒരു കേവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴാണ് കല്ലാടന്തി കേവ് എത്തുന്നത് കേട്ടോ. ഈ കേവിൻ്റെ ഫ്രണ്ട് പോർഷനാണ് ഏറ്റവും അട്രാക്ഷൻ. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. കാണുമ്പോൾ തന്നെ ഒരു പേടി വരുന്നില്ലേ. പക്ഷെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ നമ്മളെല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് ഓരോന്നും നമുക്ക് വഴി കാണിച്ചു തരാനായിട്ട് സെക്യൂരിറ്റി ചേട്ടൻ മുമ്പിൽ പോകുന്നുണ്ട്. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരും. വെള്ളം എടുത്തും വെള്ളമുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ പറഞ്ഞു തരുന്ന ഇവിടെ നീരൊഴുക്കുണ്ട് ചെറുതായിട്ട്, അതുപോലെ കുനിയേണ്ട സ്ഥലങ്ങളും ഒക്കെ വരുമ്പോൾ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കൂട്ടായിട്ട് ആളുണ്ട്. അതുകൊണ്ട് ഈ ഗുഹയുടെ അകത്ത് കയറുമ്പോഴൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു കരുതൽ മതി, തെന്നി വീഴാതെയും ഒക്കെ നമ്മൾ പോയാൽ മതി. എന്തായാലും ചക്കരക്കുട്ടിയെ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ജോക്കുട്ടനാണ് വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കേട്ടോ. നമ്മൾ അടുത്ത കേവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. എനിക്ക് ആദ്യത്തെ കേവിനേക്കാളും കുറച്ചും കൂടെ നാച്ചുറലായിട്ട് തോന്നുന്നത് ഈ ഒരു കേവായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കണ്ടോ പതിയെ ഇങ്ങനെ
നീരൊഴുക്കുണ്ട്, വെള്ളമൊക്കെ ഇങ്ങനെ താഴെ താഴെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ശരിക്കും ആ ഒരു നാച്ചുറൽ കേവിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാവരും മൊബൈലിൻ്റെ ടോർച്ചൊക്കെ ഉപയോഗിച്ചാണ് കേട്ടോ പോകുന്നത്. ഫ്രണ്ടിൽ സെക്യൂരിറ്റി ചേട്ടൻ ടോർച്ചുമായിട്ട് പോകുന്നുണ്ട്. അത് എന്ത് രസമാണെന്ന് നമുക്ക് ഇവിടെയൊക്കെ. പിന്നെ ആളുകൾ ആരും തന്നെ ഇവിടെ ഒന്നും ഇട്ടൊന്നും വൃത്തികേടാക്കിയിട്ടില്ല കേട്ടോ, പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവന്ന് ഇട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ആ ഒരു നാച്ചുറൽ കേവിൻ്റെ ഫീല് തന്നെ കിട്ടും. ആ ഒരു പഴയ കാലത്ത് ആളുകൾ താമസിച്ചിരുന്ന ആ ഒരു ഫീല്, ഒരു തണുപ്പുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ. ഒന്നാമത് മൂന്നാറായതുകൊണ്ട് ഒരു വേനൽക്കാലമാണെങ്കിൽ ഇങ്ങനെ ഗുഹയിൽ ഉള്ളിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയ തണുപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം ചെറിയ നീരൊഴുക്കാണ്, ഒത്തിരി നീരൊഴുക്കൊന്നുമില്ല. ഇവിടെയൊക്കെ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് പോകണം കേട്ടോ, തെന്നി വീഴാതെ സൂക്ഷിച്ച് പോകണം. അതുപോലെ നേരെ നിൽക്കാൻ പറ്റില്ല ഇവിടെ, നമുക്ക് കുനിഞ്ഞ് വേണം നിൽക്കാനായിട്ട്, കുനിഞ്ഞ് വേണം പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകാനായിട്ട്. അപ്പോൾ ഒരു കുറേ പേരുള്ളത് കൊണ്ട് നല്ല രസമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അവിടെ നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് സെക്യൂരിറ്റി ചേട്ടനുണ്ടാവും. ഈ കേവ് എന്ന് പറയുന്നത് ഏകദേശം 300 മീറ്ററോളം 2 കേവും കൂടെ ദൂരമുണ്ട് കേട്ടോ. ഏകദേശം 1/2 കിലോമീറ്ററിന് അരികെ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ അത്രയും ദൂരെ ഇങ്ങനെ പോകാൻ ഇഷ്ടമുള്ളവർക്കും പേടിയില്ലാതെ പോകാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഹാഫ് ചാർജാണ് കേട്ടോ ഇവർ ഈടാക്കുന്നത്, അല്ലാത്തവർക്ക് ഫുൾ ചാർജ് തന്നെ കൊടുക്കണം. ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ കേവ് വോക്കിനും കൂടെ കൂടിയിട്ട് നമ്മൾ 600 രൂപയാണ് കേട്ടോ ഇവിടെ ചാർജ് ചെയ്യുന്നത്. കൊച്ചു കുട്ടികൾക്ക് 300 രൂപ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ കേവിലൂടെ വോക്ക് ചെയ്യാം. അത് മാത്രമല്ല അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഇനി പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കേവിനുള്ളിലൂടെ കണ്ടോ, കഷ്ടിച്ച് ചില സ്ഥലത്ത് കഷ്ടിച്ചാണ് വരാനായിട്ട് പറ്റുള്ളൂ. ഇവിടെയൊക്കെ നമ്മൾ ചെരിഞ്ഞ് പോകണം കേട്ടോ. അത്രയും നാരോ ആയിട്ടുള്ള സ്പേസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രസമാണ്, നന്നായിട്ട് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ടോർച്ച് ലൈറ്റിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത്. വേറെ ഇഴജന്തുക്കളോ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് സൂക്ഷിച്ച് അതിനകത്തൂടെ പോകണം എന്ന് മാത്രം. നമുക്ക് ഇവിടെ വരുന്നതിന് പല പാക്കേജുകളുണ്ട് കേട്ടോ. ഇപ്പോൾ സദേൺ പനോരമ ഇന്റീരിയർ റിസോർട്ടിൽ താമസിച്ച് കഴിഞ്ഞ് നമ്മളിവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് വരുവാണെങ്കിൽ നമുക്ക് ഹാഫ്, അതായത് 300 രൂപ മാത്രം അഡ്വഞ്ചർ ആക്ടിവിറ്റീസിന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 11 മണി തൊട്ട് 11 മണി വരെയുള്ള പാക്കേജ്, അതായത് ഇവിടെ സ്റ്റേയിൽ നമ്മുടെ കേവിൽ താമസിച്ചു കൊണ്ടുള്ള സ്റ്റേ ആണെങ്കിൽ 1500 ആണ്, വിത്ത് ആക്ടിവിറ്റീസും കൂടി വാങ്ങുന്നത്. ഇനി അതൊന്നും വേണ്ട, നമുക്ക് ഓൺലി അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കേവ് വോക്കൊക്കെ മാത്രം മതിയെങ്കിലാണ് 600 രൂപ, കൊച്ചു കുട്ടികൾക്ക് ഹാഫ് ചാർജ്. അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം അങ്ങനെ പല പല പാക്കേജുകളുണ്ട്. അപ്പോൾ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗുഹ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. കുറേ വിഷ്വൽസ് എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ, കാരണം നല്ല ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടില്ലാത്ത സ്ഥലങ്ങളിലുള്ള വിഷ്വൽസാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു നാച്ചുറൽ ലൈറ്റിന് വേണ്ടി തന്നെ ഇത് ഈ ഗുഹയുടെ അകത്തൊന്നും ഒരു പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും വെച്ചിട്ടില്ല. ആ ഒരു നാച്ചുറൽ ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഗുഹയുടെ പുറത്തേക്ക് നമ്മൾ കടന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ഞെരിങ്ങി വേണം കടക്കാനായിട്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു കേട്ടോ. ഇതിനൊപ്പം തന്നെ വേണമെങ്കിൽ ടെൻറ്റ് സ്റ്റേ ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഹട്ട് സ്റ്റേയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, കേവിൻ്റെ വോക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഇവിടെ വന്നിട്ട് നമുക്ക് സ്കൈ വോക്ക്, അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജ്, സിപ്പ് ലൈൻ, അതുപോലെ തന്നെ സ്കൈ സൈക്കിൾ, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, ഇതെല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. നമ്മുടെ തലയിൽ ഹെൽമെറ്റ് വെക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇവർ ഒരു ഹാങ്ങിങ് ചെയ്യുന്ന ഒരു കൊളുത്ത് അതെല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം ബാക്കി എല്ലായിടത്തും നമ്മളിനി കയറാനായിട്ട്. അപ്പോൾ ഇതാണ് സ്കൈ സൈക്കിൾ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ട്രിവാൻഡ്രം ടീമൊക്കെ ഇവിടെ സൈക്ലിംഗ് തുടങ്ങി കേട്ടോ. അപ്പോൾ ഒന്ന് നമുക്ക് ഈ വശത്ത് നിന്ന് അപ്പുറത്തേക്ക് പോകാം, അവിടെ നിന്ന് അതുപോലെ തന്നെ സൈക്കിളിൽ തിരിച്ചിങ്ങോട്ട് വരാം. ഇത് നല്ലൊരു രസമുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. ആദ്യം നല്ല പേടിയാവുമായിരുന്നു, പക്ഷേ ജസ്റ്റ് സൈക്കിൾ ചവിട്ടി അങ്ങ് പോയാൽ മതി, നമുക്ക് ആ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണുകയും ചെയ്യാം. അപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കണം, ചവിട്ടാതെ ഇരിക്കരുത്. സൈക്കിൾ ചവിട്ടി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോകാം. നമുക്ക് എന്തെങ്കിലും ഒരു പേടിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ പേടിയൊക്കെ മാറാനായിട്ട് ഉഗ്രനാണ് ഈ പറയുന്ന സ്കൈ സൈക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ അവർ നോക്കിയതിന് ശേഷമാണ് നമ്മളെ ഇതിനകത്ത് വിടുന്നത്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഹാങ്ങിങ് ബ്രിഡ്ജിൽ ഇത്ര പേഴ്സണെ കയറാമോളൂ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത്ര പേർക്ക് മാത്രമേ ഒരേ സമയം, അതുപോലെ അത് വലിയ ഷെയ്ക്ക് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജോക്കുട്ടനും ബിൻചായനും ടീമായിട്ട് പോയത്. ഞാൻ തന്നെ ഒറ്റയ്ക്കാണ് നമ്മുടെ
സ്കൈ സൈക്കിൾ ചവിട്ടിയത്. ചക്കരക്കുട്ടി ചെറിയ കുട്ടികൾക്ക് ഈ ഒരു സൈക്കിൾ അലൗ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ചക്കരക്കുട്ടിക്ക് അതിലൊന്നും കയറാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമായിരുന്നു ചക്കരക്കുട്ടിക്ക് അതിനകത്തൊന്നും കയറാൻ പറ്റാത്തതിൽ. പലർക്കും പേടിയാണ് ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. പക്ഷേ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും നല്ലൊരു കോൺഫിഡൻസ് കിട്ടും കേട്ടോ. ആദ്യം എനിക്കൊരു പേടിയായിരുന്നു ഈ സൈക്കിള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വെയിറ്റിനനുസരിച്ച് അത് ബാലൻസ് ചെയ്യണം. ചക്കരക്കുട്ടി ഭയങ്കര സങ്കടമാണ് ഈ ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൽ അവൾക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിൽ. അവൾക്ക് ആകെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് പറ്റി, പിന്നെ തൂക്കുപാലം ഹാങ്ങിങ് ബ്രിഡ്ജിലൂടെ നടന്നു, പിന്നെ കുട്ടവഞ്ചിയിൽ കയറി. ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈക്കിളിൽ കയറാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമാണ്. അത് എന്താ സങ്കടപ്പെട്ട് അതിൽ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയൊക്കെ നടന്ന് വരുന്നുണ്ട്. പിന്നെ ഞാൻ മുകളിലൊക്കെ കൊണ്ടുപോയി സ്റ്റേ, ആ ഒരു ടെൻറ്റ് സ്റ്റേ ഒക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. ഇവിടെ മുകളിൽ നമുക്ക് ടെൻറ്റ് സ്റ്റേ വേണമെങ്കിൽ എടുക്കാനായിട്ട് പറ്റും. അതും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പാക്കേജായിട്ട് ടെൻറ്റ് സ്റ്റേയിൽ താമസിച്ച് നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാം. ആദ്യം കേവിൽ താമസിച്ച പോലെ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ പാക്കേജ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മുകളിലാണ് ടെൻറ്റ് സ്റ്റേ വെച്ചത്. അതിന് ചുറ്റും ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ ഉള്ളത്. ഈ സ്കൈ വോക്ക് അതുപോലെ തന്നെ ഈ സ്കൈ സൈക്കിളിലൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമേ കയറാൻ പറ്റുള്ളൂ കേട്ടോ. അതിനെ അവർ അലൗ ചെയ്യത്തുള്ളൂ. ജോക്കുട്ടനും മിഞ്ചായനും സൈക്കിൾ ചവിട്ടി വരുന്നുണ്ട്. ഇടയ്ക്ക് പതിയെ നിർത്തി നോക്കുന്നുണ്ട് ജോക്കുട്ടൻ. പല പരീക്ഷണങ്ങളാണല്ലോ. പിന്നെ ഇതാണ് എടുത്തു പറയേണ്ട സാധനം, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. എൻ്റെ പൊന്നോ, ശരിക്കും പെട്ടുപോയത് ഇതിനകത്താണ് കേട്ടോ. പറയാതെ വയ്യ. കാണുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷേ ഇതിൻ്റെ നമുക്ക് ആദ്യത്തെ പോർഷനിൽ നിന്ന് നടുക്ക് വരെ വരാൻ എളുപ്പമാണ്. നടുവിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കാനായിട്ട്, അതായത് പിന്നെ ഇങ്ങനെ ഊഞ്ഞാൽ പോലെയാണ്. ഊഞ്ഞാൽ ആടി ആടി വേണം പോകാനായിട്ട്. അത് കഴിഞ്ഞ് പെട്ടു എന്ന് വിചാരിച്ചാണ്. പിന്നെ ആ ചേച്ചിമാരൊക്കെ പറഞ്ഞു സിമ്പിളാണ്, മുന്നോട്ട് പോരേന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു കോൺഫിഡൻസിൽ പുറത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ധൈര്യം. പുറത്തും ഇങ്ങനെ കുറേ വലിയ വലിയ പാറക്കല്ലുകളുണ്ട് കേട്ടോ. പാറകളുടെ ഉള്ളിലൂടെ വേണം നമുക്കിങ്ങനെ സൈഡിലേക്ക് വരാനായിട്ട്. ഇവിടെ റെയിൻ ഡാൻസിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വൈകുന്നേരമാണ് റെയിൻ ഡാൻസ്. ആ റെയിൻ ഡാൻസിന് ഒരു പ്രത്യേക ഭംഗി, അതായത് ഫുൾ ലൈറ്റിങ്സും കണ്ടോ. ഇവിടെയാണ് റെയിൻ ഡാൻസ് നടക്കുന്നത്. മുഴുവൻ ഇങ്ങനെ വെള്ളം ചീറ്റും. അപ്പോൾ റെയിൻ ഡാൻസ് കാണാനാണെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ അത്രയും സമയം നിന്നില്ലായിരുന്നു. അപ്പോൾ ഇവിടെയാണ് റെയിൻ ഡാൻസിൻ്റെ ഏരിയ. നല്ല ഗ്രൂപ്പായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചില്ലാവാനായിട്ട് അടിപൊളി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വ്യൂ മൊത്തം കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞാണ് കുട്ടവഞ്ചി വരുന്നത് കേട്ടോ. കുട്ടവഞ്ചി തുഴഞ്ഞ് നമുക്ക് തന്നെ അതിലൊക്കെ ഇങ്ങനെ പോകാം. നല്ല രസമാണ്. ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. വലിയൊരു നീരാളിയുടെ കൈ ഇങ്ങനെ വന്ന് കിടക്കുന്ന പോലെയാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ചെറുതായിട്ട് വെള്ളമൊക്കെ ചാടും. നമ്മളിങ്ങനെ തുഴഞ്ഞ് പോകുമ്പോൾ നമ്മുടെ തലയിലൊക്കെ വെള്ളമൊക്കെ വീഴും. ജോക്കുട്ടനാണ് തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചക്കരയ്ക്ക് ഇടയ്ക്ക് തുഴയണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കരച്ചിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇവിടെ ഇന്ദ്രിയ അഡ്വഞ്ചർ പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് നല്ല റീൽസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കാണാൻ മറക്കണ്ട. അടിപൊളിയായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്പോട്ടായിരുന്നു. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും മൂന്നാർ വരുവാണെങ്കിൽ ഈ ഒരു അഡ്വഞ്ചർ സ്പോട്ടിൽ വരാനായിട്ട് മറക്കണ്ട. കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ബൈ.